ഹായ് ഹലോ, ഇന്ന് കൊച്ചിയിലെ രണ്ടാമത്തെ ദിവസം ഒരു കുട്ടി വ്ളോഗാണ്. നേരത്തെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വൈകി എഴുന്നേറ്റ് രണ്ടുപേരും കൂടെ കുളിച്ച് ഫ്രഷായി. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശ വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങളുടെ കളി അടി പിടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം പോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിസ്സ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പിസ്സ ഓർഡർ ചെയ്തു. ഇങ്ങനത്തെ പിസ്സ നമ്മൾ ആഡിൽ കാണുമ്പോൾ നല്ല കൊതിയാവേ, ഇങ്ങനെ ഒറിജിനലി ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചു. രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി വൈകുന്നേരം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പോയി. മെട്രോയിൽ കുഞ്ഞിന് ഇതുവരെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ മെട്രോ ട്രെയിനിൽ കയറി പോകാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ കടവന്ത്രയിൽ നിന്നും തൃപ്പൂണിത്തറ വരെ ഒന്ന് വെറുതെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവൾ തന്നെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. തൊടാനൊന്നും സമ്മതിക്കുന്നില്ല. എന്നെ പിടിക്കേണ്ട, ഞാൻ തന്നെ ഇരുന്നോളാം എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ചെറിയ എക്സ്പീരിയൻസുകളൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ അടങ്ങിയിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരക്കൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ 3 പേര് മാത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി ചെന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തൃപ്പൂണിത്തറ മെയിൻ ടെർമിനലിൽ നമ്മൾ ഒരു മ്യൂസിയം കണ്ടു. നൃത്തരൂപം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. ഒരു 10 ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപങ്ങളായ കഥകളി, തെയ്യം, ഓട്ടംതുള്ളൽ, നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത് എന്നിങ്ങനെ 10 ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് ഇതെല്ലാം നോക്കി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ പയ്യെ നടന്നു. അവിടുന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലോട്ട് പോവുകയാണ്. നാളെയും കൂടെ ഇവിടെ ഉണ്ടാവും.